ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 1-2 പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 12:30 ആയിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോകേണ്ട സ്ഥലം. നമുക്ക് 1-2 സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഇങ്ങോട്ട് പോകുന്നത്, ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്രയും നാളിവിടെ ഉണ്ടായിട്ടും ഇതുപോലൊരു സ്ഥലമുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി ഇതൊരു വെയർ ഹൗസ് പോലത്തെയാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. കിഡ്സിൻ്റെ ടോയ്സും അതുപോലെ തന്നെ ഡ്രസ്സും എല്ലാതും നമുക്കിവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പോക്കുട്ടൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ആവേശത്തിലാണ് ആൾ ഇതൊക്കെ വലിച്ച് താഴെ ഇടുന്നത്. സാധാരണ ഇങ്ങനത്തെ ടോയ്സൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. അവർ 2 പേരും കൂടെ ട്രോളി എടുക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വന്നത് ബാക്ക് സൈഡിൽ കൂടെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അവർ 2 പേരും ട്രോളി എടുത്ത് വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നത് പോക്കുട്ടന് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ വേറെ ഷോപ്പിലൊന്നും കാണാത്ത തരത്തിലുള്ള കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം വാങ്ങിക്കാനായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ കിഡ്സിൻ്റെത് മെയിനായിട്ട് താഴെയാണ്. പിന്നെ ടോയ്സ് കാര്യങ്ങളെല്ലാം താഴെ വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു വെയർ ഹൗസ് എന്ന് തന്നെ പറയാം. മേലെയാണ് ലേഡീസിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ജെൻസിൻ്റെ ഡ്രസ്സൊക്കെ വരുന്നത്. ലേഡീസിൻ്റെ ഡ്രസ്സാണെങ്കിൽ നമുക്കങ്ങനെ വലിയ കളക്ഷനൊന്നും തോന്നിയില്ല. ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കൂടുതലും. അതുപോലെ തന്നെ വിൻ്റർ ജാക്കറ്റ്സ് അതൊക്കെയായിരുന്നു ലേഡീസിൻ്റെ ഉണ്ടായിരുന്നത്. ജെൻസിൻ്റെത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങി ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോവാണ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. നമ്മൾ ബാക്ക് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ സൈഡിൽ പെറ്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ കണ്ടായിരുന്നു. അവനാണെങ്കിൽ താഴെ വെച്ചപ്പോഴത്തേനും ഓടിപ്പോവായിരുന്നു അവിടെ നിന്ന് സൗണ്ട് കേട്ടിട്ട്. ഡോഗ്സാണ് മെയിനായിട്ടുണ്ടായിരുന്നത്, പല വെറൈറ്റീസിലുള്ളത്. നമ്മളതിന് കുറച്ച് നേരം അവിടെ നോക്കി നിന്നായിരുന്നു. നമ്മളപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പോയി ലുലുവിൽ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇത് ഇവിടുത്തെ ഒരു ഫ്രഞ്ച് സ്കൂളാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഒരാൾ പാർക്കിലേക്ക് ഓടിപ്പോയതാണ്. അപ്പോൾ അവനെടുക്കാൻ പോവാണ്. അവൻ അവിടെ കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇരിക്കുന്ന കണ്ട് എല്ലാവരും അതിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അതാണെങ്കിൽ ഒരു വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. സാധാരണ ഇവനെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ പൂച്ചകളെല്ലാം ഓടിപ്പോകലുണ്ട്. ഇത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കിയിരുന്നിട്ട് വേഗം ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അധികം നേരം അവനെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കും. അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.